കൂട്ടുകാർ പല വിധമുണ്ട്. ഒന്ന് എന്തുകൊണ്ട് നമ്മളെ കളഞ്ഞിട്ട് പോയെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ. ചിലപ്പോൾ അവർ നമ്മളെ കട്ടച്ചങ്കുകളാവാം. എന്തു വന്നാലും നമ്മളെ കളഞ്ഞിട്ട് പോവില്ല. നമ്മുടെ കൂടെ വേറെ ആരെയില്ലെങ്കിലും അവരുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച് വിശ്വസിച്ച് കൊണ്ടുനടന്നവർ. പക്ഷെ കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും എന്തെന്നില്ലാത്ത കാരണം കൊണ്ട് പതുക്കെ മിണ്ടാതെയോ കാണാതെയോ പിന്നെ അവരെ പറ്റി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചിലർ. രണ്ടാമതൊരു വിഭാഗക്കാരുണ്ട്. എന്തു വന്നാലും നമ്മളെ തനിയെ വിടാത്തവർ. അവർ ചിലപ്പോൾ നമ്മളെ ഡെയിലി വിളിക്കുന്നവരല്ല ആവണമെന്നില്ല, മെസ്സേജ് അയക്കുന്നവരാവണമെന്നില്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊട്ടിപ്പാളീസായിരിക്കണ സമയവും പക്ഷെ നമ്മുടെ എൻ്റയർ മൂഡിനെ അവർക്ക് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ കഴിവുള്ള കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ അവരെ വിളിച്ചിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് നീ ഇതുവരെ ചത്തിട്ടില്ലേ, അങ്ങനെയാവും. പക്ഷെ എന്നാലും അവരുടെ കൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം പോണതറിയില്ല, നമ്മുടെ സങ്കടങ്ങൾ പോണതറിയില്ല. നമുക്ക് ഉള്ളിലൊരു മനസ്സമാധാനം തോന്നും, നമുക്കൊരു ഹോംലി ഫീല് തോന്നും. അങ്ങനെയുള്ളവരെ വേണം നമ്മൾ ചേർത്ത് പിടിക്കാൻ. നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നവർക്കല്ല, നമ്മളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കേ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ സ്നേഹത്തിനും സമയത്തിനും ആത്മാർത്ഥതയ്ക്കും ഒക്കെ വില തരാനും എല്ലാത്തിനും പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ വെറും നേരം പോക്കാവും. അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വെറുതെ സമയം കളയാനായിട്ടുള്ള വെറും നേരം പോക്കുകൾ. നിങ്ങളാരുടെയും നേരം പോക്കാകാതിരിക്കട്ടെ.